ടിക്കറ്റ് ഫിനാലയുടെ 3 ടാസ്കുകൾ കഴിഞ്ഞു. പക്ഷേ ടാസ്ക് 1നും 2 ഘട്ടം ഉണ്ടായിരുന്നു. ടാസ്ക് 2ഉം അതുപോലെ 2 ഘട്ടമാക്കി മാറ്റി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക് 2 ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് 2 ഒത്തു കളിക്കാനുള്ള സാധനമായിരുന്നു, ഒരുമിച്ച് കളിക്കാം. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തിനാണ് വീണ്ടും ഞാൻ ടാസ്ക് 2 കണ്ടപ്പോൾ എനിക്ക് ഒരുമാതിരി ആയിപ്പോയി. കാരണം അത് ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ പറ്റത്തില്ല സാധനം. ടിക്കറ്റ് ഫിനാലെ എങ്കിലും അവരവർക്ക് വേണ്ടി കളിക്കാനുള്ള ലെവലിൽ കൊടുക്കാമായിരുന്നു. ഇത് വീണ്ടും പഴയതുപോലെ എങ്ങനെയാണോ ഈ സീസൺ തുടങ്ങിയത് ബോയ്സ് ഗേൾസ് തീം, അതുപോലെ ആ തീമിലോട്ട് തിരിച്ചുപോയി. ആ തീം കൊള്ളാതെ അത് സക്സസ് ആവാതെ ഗ്രൂപ്പിസം മാത്രം കണ്ടാണ് അതിനടുത്ത് ദൂരെ എറിഞ്ഞത്. വീണ്ടും ഒരുമിച്ച് നിന്ന് ഔട്ടാക്കാനുള്ള ടിക്കറ്റ് ഫിനാലെ അവരവർ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കളിച്ച് നേടാനുള്ള സാധനമാണ് ടിക്കറ്റ് ഫിനാലെ. അതിനകത്ത് എൻഡോറൻസ് ടാസ്ക് വേണം. ഒരു എൻഡോറൻസ് പോലെ എന്നൊരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് നമ്മൾ കളിച്ച് എനിക്ക് വേണ്ടത് ഇത് എനിക്കത് ചെയ്യാൻ പറ്റും ഒറ്റയ്ക്ക്. കഴിഞ്ഞ വർഷവും 1-2 ഒക്കെ ഇതുപോലെ തന്നെ വേലകളായിരുന്നു ഒപ്പിച്ചു വെച്ചിരുന്നത്. ഇപ്പോഴിതാ വീണ്ടും ഈ ടാസ്ക് 2 കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ തന്നെയാണ്. ടിക്കറ്റ് ഫിനാലയുടെ കൂടെ ആടിയും കുത്തും ആ വേല പരിപാടി എല്ലാം കൂടെ ചെയ്തു വെച്ചു. അപ്പോൾ എനിക്കത് പേഴ്സണലി എനിക്ക് എൻഡോറൻസ് ടാസ്കും പിന്നെ ഒറ്റയ്ക്ക് കളിച്ച് ജയിക്കാൻ പറ്റുന്ന ടാസ്കുകളൊക്കെയാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത്. പക്ഷെ അതൊന്നും കൊടുത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, നല്ല രസം ഉണ്ടായിരുന്നെന്നൊക്കെ തോന്നും. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്ക്, ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കളിക്കുന്ന ഒരു ടാസ്ക്കാണ്. അപ്പം അതിന് എന്താ പറയുക, നമുക്ക് ഒറ്റയ്ക്ക് കളിച്ച് നിൽക്കാനുള്ള ഇത്, ബാക്കിയുള്ളവരെ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ മുന്നേറണം. ബാക്കിയുള്ളവർക്ക് കഴിവുണ്ടെങ്കിലും എന്താ പറയുക, അതുകൊണ്ട് നമ്മളെ തകർക്കാൻ പറ്റുകയും ചെയ്യരുത്. അങ്ങനത്തെ സാധനങ്ങളായിരിക്കണം വരേണ്ടത്. പിന്നെ അതിനകത്ത് തന്നെ കുറേ ഗ്രൂപ്പ് കളികളും മുത്തു പഴയതുപോലെ വന്നിരിക്കുകയാണ്. അതെ, ഗ്രൂപ്പ് കളി തുടങ്ങിയല്ലോ. അപ്പോൾ മുത്തുവിന് ഗ്രൂപ്പ് കളി നിയന്ത്രിക്കാനൊക്കെ അറിയാലോ. ആ ഒരു ലെവലിലോട്ട് വന്നു. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഇപ്പോൾ ടിക്കറ്റ് ഫിനാലെയുള്ളത് വിശാലിനാണ്. അതെ, 3 ടാസ്ക് കഴിഞ്ഞു. വിശാലിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്. തൊട്ട് താഴെ റയാനാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 86 ഡിസംബർ 31 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. ആദ്യം തന്നെ എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ന്യൂ ഇയർ. 2024 നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഭയങ്കര അടിപൊളി ഇയർ ആയിരുന്നു 2024. 2025ഉം അതുപോലെ ആകണമേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നോക്കാം. അപ്പോൾ ടിക്കറ്റ് ഫിനാലയിലെ ടാസ്ക് 2 ആണ് ഡയറക്റ്റ് ആയിട്ട് വരുന്നത്. നെരുപ്പ് കുഴി, അതാണ് ടാസ്കിന്റെ പേര്. വേറെ ഒന്നുമല്ല, ഒരു അശ, നമുക്ക് പച്ച ട്രിവാൻഡ്രം ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു അശ ഗാർഡൻ ഏരിയയിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അശയിൽ ഇങ്ങനെ ഫോട്ടോകൾ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. 10 കണ്ടസ്റ്റൻസിന്റെ ഫോട്ടോകൾ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ അടുക്കി ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ടാസ്ക് 1ൽ പറഞ്ഞതുപോലെ ഒരു സാധനം ഇതിനകത്ത് അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ടാസ്ക് 1ൽ പറഞ്ഞില്ല അറ്റത്തുള്ള ആൾക്ക് ഒരു പ്രയോറിറ്റി കിട്ടും. ഇത്തവണ അങ്ങനെയല്ല, നടുക്കോട്ട് തന്നെ എല്ലാം ചെയ്തു വെച്ചു. അപ്പോൾ അതുകൊണ്ടൊരു പാർഷ്യാലിറ്റി ഇത് കാണിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്കും ആയിരുന്നില്ല. വേറെ ഒന്നുമല്ല, 10 പേരുടെ ഫോട്ടോസും ഹാങ് ചെയ്ത് ആ ഒരു അശയിൽ കെട്ടിത്തൂക്കി, അയ്യ എന്നാണ് പറയുന്നത്, ട്രിവാൻഡ്രത്ത് അശ എന്നാണ് കേട്ടോ പറയുന്നത്. അശയിൽ കെട്ടിത്തൂക്കി ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കും. കുറച്ച് മാറി ഒരറ്റത്ത് ഒരു ബെല്ലടിക്കാനുള്ള ഒരു ചുറ്റികയും ഉണ്ടാവും. ഒരേ സമയത്താണ് ഇവർ മത്സരിക്കേണ്ടത്. വേറെ ഒന്നുമല്ല ചെയ്യാനുള്ളത്. എന്ത് ചെയ്യണം? ബസർ അടിക്കുമ്പോൾ 10 പേരും കൂടെ ഓടിപ്പോണം. ആദ്യം പോയി ഒരാളുടെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് നേരെ ചുറ്റിക എടുത്ത് ബെല്ലിലടിക്കണം. ഫോട്ടോ പറിച്ചെടുത്ത് ചുറ്റിക എടുത്ത് ബെല്ലിലടിക്കണം. ചുറ്റിക എടുത്ത് ബെല്ലിലടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ആളാണ്. ബെല്ലടിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇപ്പം ഞാൻ എടുത്തത് സൗന്ദര്യയുടെ ഫോട്ടോ ആണെന്നിരിക്കുക. അപ്പോൾ സൗന്ദര്യയുടെ ഫോട്ടോ ഞാൻ എടുത്തതെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഫോട്ടോ കത്തിച്ച് കളയാം. സൗന്ദര്യ ആ റൗണ്ടിൽ നിന്ന് ഔട്ടാവും. അപ്പോൾ ആരെയാണോ ഔട്ടാക്കേണ്ടത് അങ്ങനെ കളിക്കുക. മനസ്സിലായോ? നമുക്ക് ജയിക്കാൻ വേണ്ടി കളിക്കുന്നതല്ല, ആരെയാണോ ഔട്ടാക്കേണ്ടത് അപ്പം അവരുടെ ഫോട്ടോ പോയി തന്ത്രപൂർവ്വം എടുക്കുക. തന്ത്രപൂർവ്വം എടുത്തിട്ട് അതിനെ കൊണ്ട് ചുറ്റിയിലടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്കത് കത്തിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അവർ ആ റൗണ്ടിൽ നിന്ന് ഔട്ടാവും. അപ്പോൾ എനിക്കത് പേഴ്സണലി ഒട്ടുമേ ഇഷ്ടപ്പെട്ടില്ല. കാരണം ടിക്കറ്റ് ഫിനാലെ അവരവർക്ക് വേണ്ടി കളിക്കാനുള്ളത്. ഇതിപ്പോൾ ബാക്കിയുള്ളവരെ തോപ്പിക്കണം എന്നുള്ള ഒരു ലക്ഷ്യം ആയിപ്പോയി അവിടെ. എനിക്ക് അതുകൊണ്ട് ഈ ടാസ്ക് അത്ര എനിക്ക് വർക്കൗട്ട് ആയില്ല. കാണാനൊക്കെ കൊള്ളായിരുന്നു. ഇപ്പോൾ വീക്കിലി ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ടാസ്ക് ആയിരുന്നു. വീക്കിലിയോ ഡെയിലിയോ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ടാസ്ക് ആയിരുന്നു. പക്ഷേ ഇതൊരു ടിക്കറ്റ് ഫിനാലയിലേക്ക് വന്നപ്പോൾ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ടാസ്ക് തുടങ്ങുന്നതോടെ തീ കത്തിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോ ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ ഫയർ പിറ്റൊക്കെ കൊണ്ട് കത്തിച്ച് ചാമ്പലാക്കാനുള്ള സാധനങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട്. പക്ഷേ ഇത് പല ലെവലിൽ ഈ ടാസ്ക് കളിക്കാം. ഒത്തിരി ലെവലിൽ ഈ ടാസ്ക് കളിക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് കാരണം ഇത് ഗ്രൂപ്പ് ടാസ്ക് ആണല്ലോ. ഇപ്പോൾ ഒരാളെ ഔട്ടാക്കണമെന്നുണ്ടെങ്കിൽ 5 പേര് ചേർന്ന് ഗ്രൂപ്പ് ആയാൽ മതി. പക്ഷേ ഇവർ ചെയ്ത പരിപാടി ഫസ്റ്റ് റൗണ്ടിൽ ആരും ഗ്രൂപ്പ് ആയില്ല. ബിഗ് ബോസ് ഇത് 2 റൗണ്ടാണെന്ന് പറയുന്നതേ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് ആരും
ഇത് ഗ്രൂപ്പായിട്ട് കളിക്കുന്നില്ല. ഫസ്റ്റ് റൗണ്ടിൽ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് അവരവർക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. സെക്കൻഡ് റൗണ്ട് ആകുമ്പോഴാണ് എല്ലാവരും ഗ്രൂപ്പ് കളിക്കുന്നത്. അത് സംഭവം മുൻപായിരുന്നെങ്കിൽ കാണാൻ രസമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ടിക്കറ്റ് ഫിനാലേക്കുള്ള ഒരു ഇത് കിട്ടുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് അവസാനം വരുന്ന 5 പേർക്കാണ് പോയിന്റ്. 5, 4, 3, 2, 1. അതാണ് അവസാനം ആരുടെ ഫോട്ടോയാണോ ബാക്കി വരുന്നത് അവർക്കാണ് 5 പോയിന്റ്. മനസ്സിലായി? ആദ്യം ഔട്ടാവുന്ന 5 പേർക്ക് പോയിന്റ് ഇല്ല. ബാക്കി നിൽക്കുന്ന 5 പേർക്ക് 5, 1, 2, 3, 4, 5 അങ്ങനെ പോയിന്റുകൾ കിട്ടും. വേറെ ഒന്നുമല്ല ശ്രദ്ധിക്കേണ്ടത്, ബെല്ലടിച്ചിരിക്കണം. ചുറ്റിക എടുത്തിരിക്കണം, ബെല്ലടിച്ചിരിക്കണം. അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് ബിഗ് ബോസ് പറയാണ്. വേണമെങ്കിൽ എല്ലാവരും ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ചുറ്റിക എടുത്ത് അടിക്കാം. മനസ്സിലായോ? അപ്പൊ പക്ഷെ ഇവർ ആരും ചിന്തിക്കുന്നില്ല, ഇവരാരും ഈ സാധനമേ ചിന്തിക്കുന്നില്ല. എല്ലാവരും പോകുന്നു, ഫോട്ടോ എടുക്കുന്നു, ചുറ്റിക അടിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ചുറ്റിക അടിക്കുന്നു, മറിഞ്ഞു വീഴുന്നു, പ്രശ്നമാക്കുന്നു. പക്ഷെ ഇതിനകത്തവരെ അവിടെ വേറെ ഒരു ഗെയിം പ്ലേയോ മൈൻഡോ ഒന്നും അവിടെ ആർക്കും വരുന്നില്ല. ഫസ്റ്റ് റൗണ്ടിൽ സെക്കൻഡ് റൗണ്ട് ഉണ്ടെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും ഇങ്ങനെ ചെയ്യുന്നപ്പോൾ കൊള്ളാം അല്ലേ എന്നൊരു ബുദ്ധി വരുന്നത് പോലും. അങ്ങനെ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് റൗണ്ടിൽ മുത്തു റാണവിൻ്റെ സ്വന്തം ഫോട്ടോ എടുക്കാൻ പാടില്ല, അത് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. സ്വന്തം ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവർക്ക് എടുക്കാമായിരുന്നു. കാരണം ബാക്കിയുള്ളവരെ എടുത്ത് അടിച്ച് ഒതുക്കാൻ പോണതിനേക്കാളും നല്ല നമ്മുടെ ഫോട്ടോ എടുത്ത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ആരും കൊണ്ടുപോയി കത്തിക്കത്തില്ല. പക്ഷെ ഇത് ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല. സ്വന്തം ഫോട്ടോ എടുക്കരുതെന്നോ എടുക്കണമെന്നോ മെൻഷനേ ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. അങ്ങനെ ആരുമേ ചെയ്തുമില്ല. അത് എപ്പിസോഡിൽ ഞാൻ കണ്ടില്ല, ലൈവിൽ ആരെങ്കിലും ചെയ്തോ എന്തോ. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ മുത്ത് പോയി ഓടിപ്പോയി റാണവിൻ്റെ എടുക്കുകയാണ്. എന്നിട്ട് റീസൺ പറയാൻ എന്തുകൊണ്ടാണ് എടുത്തതെന്ന്. അപ്പം അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ടിക്കറ്റ് ഫിനാലയിലൊക്കെ ഒരാൾ ഔട്ടാക്കുന്നതിന് റീസൺ ചോദിക്കുന്നത്, എന്താ നോമിനേഷനോ എന്ന് ചിന്തിച്ചു പോയി. മുത്ത് വന്നിട്ട് പറയാണ് റാണവിന് 2 പോയിന്റ് ഓൾറെഡി ഉണ്ട്, പിന്നെ ഇഞ്ചറി റാണവിന് പറ്റിയിട്ടുണ്ട്, ഇനി റാണവ് കാരണം വേറെ ആർക്കും ഇഞ്ചറി പറ്റില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റാണവിൻ്റെ ഫോട്ടോ എടുക്കുന്നു, ബെല്ലടിക്കുന്നു, കത്തിക്കുന്നു. റാണവ് ഔട്ട്. സെക്കൻഡ് റൗണ്ടിൽ മുത്ത് തന്നെ ഓടിപ്പോയി അരുണിനെ എടുക്കുന്നു. അരുണിന് 2 പോയിന്റ് കിട്ടിയതുകൊണ്ടാണ് അരുണിൻ്റെ എടുത്തതെന്ന് പറയുന്നു. അരുണും ഔട്ടാവുന്നു. തേർഡ് റൗണ്ട് മുതലാണ് റയാൻ സ്കോർ ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് അവസാനം വരെ റയാൻ ഓടിപ്പോയി മുത്തുവിൻ്റെ എടുക്കുന്നു. ഇവനൊരു ഭീഷണിയാണ്, ഗെയിമിൽ ഫാസ്റ്റ് ആണെന്നൊക്കെ പറയുന്നു. റയാന് പരിക്കൊക്കെ വരുന്നുണ്ട്. അങ്ങനെ മുത്തു ഔട്ടാവുന്നു തേർഡ് റൗണ്ട്. ഫോർത്ത് റൗണ്ട് വരുന്നു, റയാൻ വിശാലിനെ ഔട്ടാക്കുന്നു, സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ഫിഫ്ത്ത് റൗണ്ട് വരുന്നു, റയാൻ ബീബക്കിനെ ഔട്ടാക്കുന്നു. അപ്പോൾ ആരൊക്കെ ഔട്ടാവുന്നു? നമ്മുടെ റാണവ്, അരുണ്, മുത്തു, വിശാല്, ദീപക് 5 പേര് ഔട്ടാവുന്നു. ഇനി ബാക്കി 5 പേരുണ്ട്. ഈ 5 പേർക്കും പോയിന്റ് കിട്ടും. ഇനി ഔട്ടാകുന്നതിനനുസരിച്ച് 1, 2, 3 എന്ന് പറഞ്ഞ് പോയിന്റ് കിട്ടിക്കൊണ്ടിരിക്കും. സിക്സ്ത് റൗണ്ടിൽ റയാൻ മഞ്ചരിയാണ് ഔട്ടാക്കുന്നത്. ഫിസിക്കലി മെന്റലി സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ മഞ്ചരി ഔട്ടാകുന്നു. മഞ്ചരിക്ക് 1 പോയിന്റ്. അടുത്ത് അതിനുശേഷം ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. നമുക്ക് ഇത് എടുക്കുന്നതിന് പകരമായിട്ട് ഇത് പോയി ചുറ്റിക. അപ്പോൾ ഇത്ര ഒരു 5-6 റൗണ്ട് ആയപ്പോഴാണ് ഫോട്ടോ എടുക്കുന്നതിന് പകരം ചുറ്റികയിലെടുത്ത് ആദ്യം പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, അല്ലെങ്കിൽ ഫോട്ടോയെ പ്രൊട്ടക്ട് ചെയ്താലോ, അല്ലെങ്കിൽ അങ്ങനെ ഡിസ്കഷൻസ് ഒക്കെ കുറച്ചായിട്ട് എല്ലാവരുടെയും ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അടുത്ത 7th റൗണ്ട് ആകുമ്പോഴത്തേക്കുമാണ് റയാൻ പവിത്രയുടേത് എടുക്കുന്നു. പവിത്ര ഔട്ടാവുന്നു. പവിത്രയ്ക്ക് 2 പോയിന്റ് കിട്ടുന്നു. 8ാമത്തെ റൗണ്ട് ആകുമ്പോഴത്തേക്കും റയാൻ ജാക്കലിൻ്റെ എടുക്കുന്നു. പക്ഷേ ആ സമയത്ത് ജാക്കലിന് സൗന്ദര്യം കൂടെ നിന്ന് എന്ത് ചെയ്യുന്നു, ബെല്ലിൽ അടിക്കാൻ ചുറ്റിക്കയൊക്കെ വന്നെടുത്തു. പക്ഷെ ബെല്ലിൽ അടിക്കാൻ പറ്റാതെ അവർ ബെല്ല് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ബെല്ല് സമ്മതിക്കാതെ അവസാനം ബെല്ലടിക്കുന്നു. പിടിയും വലിയൊക്കെ ആവുന്നുണ്ട്, നല്ല പിടിയും വലിയ ആവുന്നുണ്ട്. അങ്ങനെ ജാക്കലിൻ ഔട്ടാവുന്നു. ജാക്കലിന് 3 പോയിന്റ്. 9th ലാസ്റ്റ് ഇത് വരുമ്പോഴത്തേക്ക് എന്താണ്, സൗന്ദര്യം ഓടിപ്പോയി ഈ ചുറ്റിക എടുക്കുന്നു. ബുദ്ധിയുണ്ട്, സൗന്ദര്യം ഓടിപ്പോയി ചുറ്റിക എടുക്കുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഫോട്ടോ അവിടെ തന്നെ ഇരിക്കുകയാണ്. ആരുടെ? റയാൻ്റെ ഫോട്ടോ അവിടെ തന്നെ ഇരിക്കുകയാണ്. റയാൻ പോയി ഈ ഫോട്ടോ എടുക്കുന്നു. റയാൻ സൗന്ദര്യയുടെ ഫോട്ടോ ആദ്യം എടുത്തിട്ട് വരാൻ വേണ്ടി വരുമ്പം സൗന്ദര്യ ആദ്യമേ എൻ്റെ ചുറ്റിക എടുത്തു. പക്ഷെ സൗന്ദര്യം എന്ത് ചെയ്യണമായിരുന്നു, സ്വന്തം ഫോട്ടോ എടുത്ത് പ്രൊട്ടക്റ്റും കൂടെ ചെയ്യണമായിരുന്നു. അത് പ്രൊട്ടക്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്കും റയാൻ കയറി പിടിച്ചങ്ങ് വലിച്ചു കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ റൗണ്ടിൽ റയാനും പിന്നെ ചുറ്റിക പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയി ഒരൊറ്റ അടി അടിക്കുന്നുണ്ട്. സൗന്ദര്യ ആ റൗണ്ടിൽ നിന്ന് ഔട്ടാവുന്നു. സൗന്ദര്യക്ക് 4 പോയിന്റ്. വിന്നർ റയാനാണ്. റയാന് 5 പോയിന്റ്. അപ്പം റയാന് 5, സൗന്ദര്യക്ക് 4, ജാക്കിലിന് 3, പവിത്രയ്ക്ക് 2, റയാന് 1. ഇങ്ങനെയാണ് റയാനെന്ന് മഞ്ചരിക്ക് 1. ഇങ്ങനെയാണ് പോയിന്റുകൾ കിട്ടുന്നത്. അടുത്ത് നമ്മുടെ ലെവൽ 2 ഉണ്ടെന്ന് ബിഗ് ബോസ് അപ്പോഴാണ് അനൗൺസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് അവസാനം വരുന്ന 3 പേർക്ക് മാത്രമേ പോയിന്റ് ഉള്ളൂ. നേരത്തെ പോലെ 5 പേർക്കൊന്നും പോയിന്റ് ഇല്ല. ആദ്യം ഔട്ടാവുന്ന 7 പേർക്ക് പോയിന്റ് ഇല്ല. അവസാനം വരുന്ന 3 പേർക്ക് മാത്രം 3, 2, 1 എന്നുള്ള നിലയ്ക്കാണ് പോയിന്റ് കിട്ടുന്നത്. മനസ്സിലായോ? കഴിഞ്ഞ തവണ 5 പേർക്ക് കിട്ടി. അപ്പം ഏറ്റവും ടോപ്പ് മോസ്റ്റിന് 5. കഴിഞ്ഞ തവണയാണ് നമ്മൾ ജയിച്ചിരുന്നെങ്കിൽ നമുക്ക് 5 പോയിന്റ് കിട്ടിയാണ്. ഇത്തവണ നമ്മൾ ജയിച്ചാൽ പോലും 3 പോയിന്റേ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അങ്ങനെ അപ്പോഴാണ് പ്ലാനിങ്. ഈ പോയിന്റുകൾ ഇല്ലാത്തവരും പോയിന്റുകൾ ഉള്ളവരും കൂടെ ഒരു ടീമാവുന്നു. മുത്തു, വിശാൽ, അരുൺ, റാണവ്, ദീപക്. ഇന്ന് 1 പോയിന്റ് ഇവർക്ക് കിട്ടിയിട്ടില്ല. അരുൺ ഇന്നലത്തെ 2 പോയിന്റും റാണവിന് ഇന്നലത്തെ 2 പോയിന്റും ഉണ്ട്. ഇന്ന് ഒറ്റ പോയിന്റ് ഇവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അപ്പം
റയാനെ ഔട്ടാക്കണം. കാരണം കഴിഞ്ഞ ഗെയിമിന്റെ തേർഡ് റൗണ്ട് മുതൽ റയാൻ കാണുന്നത് ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവനെ വെളിയിലാക്കണം. അതാണ് ടാർഗറ്റ്. അവസാനം നമ്മൾ 5 പേര് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കളിക്കാം. ഓക്കെ, 3 പേര് ഫോട്ടോ എടുക്കാനും പോകണം, 2 പേര് എന്ത് ചെയ്യണം, ചുറ്റി കളിക്കാനും പോകണം എന്ന് പറഞ്ഞ് സൂപ്പർ പ്ലാനിങ്. ഇതേ സമയം മറുവശത്തും പ്ലാനിങ് നടക്കുകയാണ്. പോയിന്റുകളുള്ളവർ, ഇന്ന് പോയിന്റ് കിട്ടിയവർ മഞ്ജരി, പവിത്ര, സൗന്ദര്യ, ജാക്ലിൻ, റയാൻ, ഇവരും 3 പേര് അവിടെ പോകണം. 2 പേര് രണ്ടിടത്തും പ്ലാനിങ്ങുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എൻ്റെ പൊന്നെ ടിക്കറ്റ് ഫിനാലേക്കകത്ത് പിടിവലി. കുറച്ച് പേര് ബെല്ലെടുക്കാൻ പോകുന്നു, കുറച്ച് പേര് ഫോട്ടോ എടുക്കാൻ പോകുന്നു. ഫോട്ടോ ഒന്നും ആർക്കും വേണ്ട, അവിടെ കിടക്കുവാണ്. അങ്ങനെ ഭയങ്കര പിടിവലിയാവുന്നു. ഫസ്റ്റ് റൗണ്ടിൽ മുത്തു റയാനെ ഔട്ടാക്കുവാണ്. പോയിന്റ് കൂടുതലാണെന്ന് പറഞ്ഞ് റയാൻ ഔട്ടാവുന്നു. സെക്കൻഡ് റൗണ്ടിലും ബെല്ലിന് വേണ്ടി പിടിയും വലിയും നടക്കുന്നുണ്ട്. റാണവിൻ്റെ കൈയൊക്കെ കിടന്ന് അതിൻ്റെ ഇടയിൽ കൊടുക്കുന്നത്, അയ്യോ വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ വിളിക്കുന്നുണ്ട്. അങ്ങനെ സെക്കൻഡ് റൗണ്ടിൽ മുത്തു ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യാണ്. ഇവരെല്ലാവരും മണി പ്രൊട്ടക്ട് ചെയ്യുന്നു, അടിയാവുന്നു, വഴക്കാവുന്നു, മറിഞ്ഞു വീഴുന്നു. ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഈ പറയും പോലെയൊന്നും അല്ല, ഭയങ്കര പ്രശ്നമാവുന്നുണ്ട്. അങ്ങനെ മുത്തു മഞ്ജരി ഔട്ടാക്കുന്നു. മഞ്ജരി ബുദ്ധിശാലിയാണെന്നാണ് പറയുന്നത്. തേർഡ് റൗണ്ടിനും എൻ്റെ പൊന്നെ പിടിയും വലിയും ബഹളവും ഒക്കെ ആവുകയാണ്. അടുത്ത റൗണ്ട് ആകുമ്പോഴത്തേക്കും മുത്തു ജാക്ലിനെ ഔട്ടാക്കുന്നു, സ്ട്രോങ് ആണെന്ന് പറഞ്ഞു. ഫോർത്ത് റൗണ്ടിലും മുത്തു തന്നെ എടുക്കുന്നു, സൗന്ദര്യ ഔട്ടാക്കുന്നു. ഫിഫ്ത്ത് റൗണ്ടിൽ അരുൺ എടുക്കുന്നു, പവിത്രയെ ഔട്ടാക്കുന്നു. പക്ഷേ പവിത്രയ്ക്ക് എന്ത് ചെയ്യുന്നു, 2 പോയിന്റ്സ് കിട്ടുന്നുണ്ട്. ഇല്ലല്ലോ, പവിത്രയ്ക്ക് 2 പോയിന്റ്സ് ഇല്ല, പവിത്രയ്ക്ക് പോയിന്റ് കിട്ടുന്നില്ല കേട്ടോ. ഞാൻ എന്തോ പവിത്രയ്ക്ക് പോയിന്റ് ഒന്നുമില്ല, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. പവിത്രയ്ക്ക് 2 പോയിന്റ് കിട്ടിയതുകൊണ്ട് ഔട്ടാക്കുന്നു. ഞാൻ എഴുതി വെച്ച മാറിപ്പോയി. ഓക്കെ, അടുത്ത 6th റൗണ്ട് വരുന്നു. റാണം എന്ത് ചെയ്യുന്നു, നേരെ ബെല്ല് പോയി അടിക്കുന്നു. ഫോട്ടോ എടുക്കുന്നില്ല, ബെല്ല് പോയി അടിക്കുന്നു. ബെല്ലടിക്കാൻ പോകുമ്പോഴത്തേക്കും മുത്തു പറയണം ഇതെങ്ങനെ ശരിയാവും. അപ്പൊ അരുൺ ഓടി വരികയാണ്. റാണവ് ബെല്ലടിക്കുമ്പോഴത്തേക്കും അരുൺ മുത്തുവിന്റെ ഫോട്ടോയും എടുത്തുകൊണ്ട് റാണവിന്റെ അടുത്ത് വരുന്നു. ഇവൻ ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ, ഫോട്ടോ അവിടെ കിടക്കില്ല, ഇതെങ്ങനെ ശരിയാവും. അരുൺ ഇതെന്ത് ഗെയിം കളിച്ചത്, നിങ്ങൾ ഒത്തുനിന്ന് കളിച്ചാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് അരുൺ മുത്തുവിനെ ഔട്ടാക്കുന്നുണ്ട് അതിനകത്ത്. പക്ഷെ എന്ത് ലോജിക്കിലാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കാരണം ബെല്ലടിച്ചത് റാണവാണ്, ഔട്ടാക്കുന്നത് അരുണാണ്. എന്നിട്ട് പറയുന്ന റീസൺ റാണവ് ബെല്ലടിച്ചു, അപ്പോൾ റാണവ് ഫോട്ടോ എടുത്തിട്ടില്ല ആരുടെയും. പിന്നെ റാണവിൻ്റെ തൊട്ടടുത്ത് വന്നത് ഞാനാണ്. അപ്പം അരുൺ അടിച്ചെന്ന് പറയുന്നതായിട്ടൊന്നും ഞാൻ കേട്ടില്ല. അപ്പം അതുകൊണ്ട് ബിഗ് ബോസ് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അരുൺ ഈ മുത്തുവിനെ ഔട്ടാക്കുന്നത്. അപ്പം എനിക്കതൊരു എന്താണ് അതിൻ്റെ ലോജിക്ക് എനിക്ക് പിടികിട്ടിയില്ല. ആ സാധനത്തിൻ്റെ അതിൻ്റെ പേരും പറഞ്ഞ് പിന്നീട് ഭയങ്കര വഴക്കാവുന്നുണ്ട്. പക്ഷേ അത് എന്തിനാണ്, കാരണം ബെല്ലടിച്ചത് ഒരാൾ, ഔട്ടാക്കിയത് ഒരാൾ. ബെല്ലടിച്ചിട്ടാണ് ഔട്ടാക്കാനുള്ളത്. ഇപ്പം ഫോട്ടോയും നമ്മുടെ കയ്യിൽ വേണം. ബെല്ലടിച്ചിട്ട് പോയി ഫോട്ടോ എടുത്താലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ റൂളൊന്നും പറഞ്ഞില്ല. പക്ഷേ നമ്മൾ ഒരാളെ ഔട്ടാക്കുമ്പോൾ ബെല്ലടിച്ചിട്ട് അയാളുടെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ടാവണം. ഇത് ബെല്ലടിച്ചത് ഒരാൾ, ഫോട്ടോ ഉള്ളത് വേറൊരാളുടെ കയ്യിൽ, അങ്ങനെ കളിക്കാം. പക്ഷേ ഞാൻ വിചാരിച്ചു എന്നാലും ബിഗ് ബോസ് പറയുമായിരിക്കും. കാരണം റാണവേ നീ ബെല്ലടിച്ചു, ശരി തന്നെ, നിന്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടാ, ആരുടെയെങ്കിലും ഫോട്ടോ ഉണ്ടാ, നീ ഇപ്പോഴെങ്കിലും ഫോട്ടോ എടുത്താ, ഈ നിമിഷമെങ്കിലും ആരുടെയെങ്കിലും ഫോട്ടോ എങ്കിലും മാറ്റി എൻ്റെ കയ്യിലെങ്കിലും ഉണ്ടാ, ഒന്നുമില്ല. അപ്പം എനിക്കത് എന്താ ബിഗ് ബോസ് ഒന്നും മിണ്ടിയില്ല ആ സമയത്ത്. പക്ഷേ ആ റൗണ്ടിൽ മുത്തുവിനെ ഔട്ടാക്കുകയാണ് അരുൺ. അപ്പം റാണവും വീട്ടുകാരും കൂടെ അതിൻ്റെ പേരിൽ ഭയങ്കര വഴക്കാവുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ റാണോ പറഞ്ഞാൽ ഇങ്ങനെയാണ് കളിക്കുന്നത്, അപ്പം നീ അൺഎത്തിക്കലായിട്ടാണ് കളിക്കുന്നത് എന്നൊക്കെ മുത്തു പറയുന്നു. അങ്ങനെ കുറച്ച് വഴക്കുകൾ, ചകടകൾ എല്ലാം നടക്കുന്നു. അടുത്ത റൗണ്ടിൽ അരുൺ, അങ്ങനെ ആ റൗണ്ടിൽ അരുൺ മുത്തുവിനെ ഔട്ടാക്കുന്നു. 7ാമത്തെ റൗണ്ടിൽ ദീപക് ഇതിൻ്റെ കലിയും തീർത്തുകൊണ്ട് നേരെ അരുൺ ഔട്ടാക്കുകയാണ്. നീ എങ്ങനെ കയറണ്ടടാ എന്നുള്ള ലെവലിൽ ഭയങ്കര വീട്ടുകാർ ഫുള്ള് കയ്യടി. കാരണം അരുണും റാണവും കൂടെ ഒത്ത് കളിച്ചെന്നാണ് എല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അരുൺ ഔട്ടാക്കിയപ്പോൾ എല്ലാവരും ഭയങ്കര കയ്യടി. അടുത്ത് ഇനിയാണ് പോയിന്റുകൾ ഉള്ളത്. അപ്പോഴത്തേക്കും 8ാമത്തെ റൗണ്ടിൽ വിശാല് ദീപക്കിനെ ഔട്ടാക്കുകയാണ്. ദീപക്കിന് 1 പോയിന്റ് കിട്ടുന്നു. 9ാമത്തെ റൗണ്ടിൽ വിശാല് റാണവിനെ ഔട്ടാക്കുകയാണ്. റാണവ് എന്ത് ചെയ്യുന്നു, റാണവിന് 2 പോയിന്റ് കിട്ടുന്നു. വിശാലാണ് ഈ സെക്കൻഡ് റൗണ്ടിൽ ജയിക്കുന്നത്. വിശാലിന് 3 പോയിന്റ് കിട്ടുന്നു. ഇതാണ് ആ ടാസ്ക് കഴിഞ്ഞിട്ട് ഇതിന്റെ പേരിൽ വഴക്കാവുന്നുണ്ട്. പക്ഷെ ഞാൻ അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ട വഴക്കാണ്. റാണവും അരുണും കൂടെ ഒത്ത് കളിച്ചു എന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ ഇവർ പറയുന്നത് അയ്യോ നമ്മളിടയിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, ഞാൻ വന്ന് ബെല്ലടിച്ചു, അരുൺ പിറകെ വന്നു, അരുൺ അതിനകത്ത് അവൻ്റെ ഫോട്ടോ കത്തിച്ചു, അവൻ ഔട്ടായി എന്നാണ് പറയുന്നത്. ഇനി 2 ടാസ്കുകൾ കഴിയുമ്പോൾ ഉള്ള പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. 2 കംപ്ലീറ്റ് ടാസ്കും കഴിയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് റയാനാണ്, 5 പോയിന്റ് ഉണ്ട്. സൗന്ദര്യക്ക് 4 പോയിന്റ് ആണ്. റാണവിന് 4 പോയിന്റ് ഉണ്ട്. വിശാലിന് 3 പോയിന്റ് ഉണ്ട്. ജാക്ലിന് 3 പോയിന്റ് ഉണ്ട്. പവിത്രയ്ക്ക് 2 പോയിന്റ്, അരുണിന് 2 പോയിന്റ്, മഞ്ജരിക്ക് 1 പോയിന്റ്, ദീപക്കിന് 1 പോയിന്റ്. മുത്തു ഒഴിച്ച് എല്ലാവർക്കും പോയിന്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. മുത്തു ഒഴിച്ച് എല്ലാവർക്കും പോയിന്റ് ഉണ്ട്, 1 പോയിന്റെങ്കിലും ഉണ്ട്. റയാൻ ലീഡ് ചെയ്യുന്നുണ്ട്. അടുത്ത് പിന്നീട് റാണവും അരുണും കൂടെ ഒത്തു കളിച്ച കാര്യം പറഞ്ഞുകൊണ്ട് വീട്ടിൽ നല്ല വഴക്കാണ്. അത് എടുത്ത് പറയാനായിട്ടുള്ള സംഭവമല്ല, കൂട്ട വഴക്കാണ്, ജസ്റ്റ് സംസാരിക്കുമ്പോഴുള്ള വഴക്കാണ്.
അതിനുശേഷം എന്തിനാണ് നീ റാണവിനെ കയറ്റിവിട്ടത്? റാണവിനെ കയറ്റിവിട്ട് എന്തിനാണ് മുത്തു? നിനക്ക് ആദ്യമേ അവൻ ഔട്ടായിക്കൊടുക്കുന്നത്, റാണവിന് മരണം പോയിന്റ് ഇല്ലേ? അപ്പം നിനക്ക് അങ്ങനെ അവൻ ഔട്ടായിക്കൂടായിരുന്നോ? അപ്പോൾ മഞ്ജരി നീ ചെയ്തിട്ട് എന്തോന്ന് കിട്ടി? എല്ലാവർക്കും പോയിന്റ് കിട്ടി. നിങ്ങളുടെ ടീമിൽ ഇപ്പം 5 പേര് നിന്നു, റാണവ് നിന്നു, നീ നിന്നു, വിശാൽ നിന്നു, പിന്നെ ദീപക് നിന്നു, അരുൺ നിന്നു. അവർക്ക് എല്ലാവർക്കും പോയിന്റുകൾ കിട്ടി. നിനക്ക് വല്ലതും കിട്ടിയോ എന്ന് മഞ്ജരി ചോദിക്കുക. അപ്പം മുത്തു ശരിയാണല്ലോ, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ, പക്ഷെ എൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അരുണിനെയും റാണവിനെയും ഔട്ട്. അത് നടന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ മുത്തു പറയുന്നുണ്ട്. അപ്പോഴാണ് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 3 ലൈറ്റ്സ് ഓൺ വരുന്നത്. ഇത് എൻഡ്യൂറൻസ് ടാസ്ക് ആണ്. മാക്സിമം ടൈം പിടിച്ച് നിൽക്കുന്ന ആളാണ്. അപ്പോൾ വേറൊന്നുമല്ല, ഗാർഡൻ ഏരിയയിൽ 10 പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. നമുക്ക് കയറി നിൽക്കാൻ കണക്കിനുള്ള 10 പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. ആ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുമ്പോൾ ഇങ്ങനെ ഉയരത്തിൽ ഒരു ലൈറ്റ് പോലെ ഒരു സാധനം ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മളിങ്ങനെ ഈ ലൈറ്റിൽ ഇങ്ങനെ ലൈറ്റ് പോലെ ഒരു ബലൂൺ പോലത്തെ ഒരു ലൈറ്റ് പോലെ ഒരു സാധനമുണ്ട്. അതിങ്ങനെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ലൈറ്റുണ്ട്. അപ്പോൾ ലൈറ്റിൽ നമ്മളിങ്ങനെ തൊടണം. ലൈറ്റിൽ നമ്മൾ തൊടുമ്പോൾ എന്ത് ചെയ്യും? ലൈറ്റ് ഓൺ ആവും. ലൈറ്റിൽ നമ്മൾ തൊടുമ്പോൾ ലൈറ്റ് ഓൺ ആവും. ലൈറ്റിൽ നിന്ന് നമ്മൾ കൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് കൈ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ആവും. ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ ഗെയിമിൽ നിന്ന് ഔട്ടാണ്. അപ്പോൾ അവസാനം വരെ പിടിച്ച് നിൽക്കുന്ന ആൾ ആരാണോ, മാക്സിമം ടൈം നിൽക്കുന്ന ആൾ ആരാണോ, അവർ ജയിക്കും എന്നാണ് പറയുന്നത്. ഈ ടാസ്കിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൈ കഴിക്കും. ഒന്നാമത്തെ കാര്യം കൈ കിടക്കും. ഞാൻ ആദ്യം വിചാരിച്ച് ചൂടടിക്കും എന്നാണ് വിചാരിച്ചത് ലൈറ്റിൻ്റെ, പക്ഷെ ചൂടടിക്കത്തില്ല. ഭയങ്കരമായിട്ട് കൈ കഴിക്കും, കൈ ഭയങ്കരമായിട്ട് വേനിക്കും. കാരണം ഇങ്ങനെ നമ്മൾ എത്ര നേരം നമുക്ക് ഇങ്ങനെ കൈ പൊക്കി പിടിച്ച് നിൽക്കാൻ പറ്റും? ആ ലൈറ്റ് ഇങ്ങനെ, ആ ലൈറ്റ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തൊട്ടാലൊന്നും പോരത്, എല്ലാ വിരലും എന്തോ അതിനകത്ത് ഇരിക്കണം. കാരണം നിസ്സാരമായിട്ട് ഔട്ടായി എല്ലാവരും പോവാണ്. ഇതിനകത്തും അവസാനം വരുന്ന 3 പേർക്കേ പോയിന്റുള്ളൂ. 3, 2, 1 അങ്ങനെയാണ് ഉള്ളത്. ഫസ്റ്റ് തന്നെ റയാൻ ഔട്ടാവുന്നു, അരുൺ ഔട്ടാവുന്നു, പവിത്ര ഔട്ടാവുന്നു, ജാക്കലിൻ ഔട്ടാവുന്നു, റാണവ് ഔട്ടാവുന്നു, സൗന്ദര്യ ഔട്ടാവുന്നു, മഞ്ജരി ഔട്ടാവുന്നു. പക്ഷെ എല്ലാവരും പിടിച്ച് നിൽക്കുന്നുണ്ട് മാക്സിമം. ചിലർക്കൊക്കെ കയ്യിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മാറ്റുമ്പോൾ പോകുന്നവരുണ്ട്, പിന്നെ അശ്രദ്ധ കാരണം പോകുന്നവരുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കത്തില്ല. കാരണം എനിക്ക് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല. അത് വെറുതെ അതിപ്പോൾ ഇങ്ങനെ ഇരിക്കുമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു വിരൽ ഇങ്ങനെ എടുക്കുമ്പോഴായിരിക്കും അത് ഔട്ടാവുന്നത്. അങ്ങനെയാണ് അത് ഔട്ടായത്. അവസാനം മുത്തു തേർഡ് ലാസ്റ്റ് ഔട്ടാവുന്നു. മുത്തു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് മുത്തു ഔട്ടാവുന്നത്. മുത്തുവിന് 1 പോയിന്റ്. അതിനുശേഷം ദീപക് അശ്രദ്ധ കാരണം ഇങ്ങനെ നോക്കുക എന്തോ ചെയ്യുമ്പോൾ ഔട്ടാവുകയാണ്. അങ്ങനെ ദീപക് ഔട്ടാവുന്നു. അവസാനം വിശാൽ ബാക്കി നിൽക്കുവാണ്. 3 പോയിന്റ് വിശാലിന്, ദീപക്കിന് 2 പോയിന്റ്, മുത്തുവിന് 1 പോയിന്റ്. അപ്പം 3 ടാസ്ക്, ആദ്യത്തെ 3 ടാസ്കുകൾ കഴിയുമ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ഈ ദിവസത്തെ ടിക്കറ്റ് ഫിനാലിൻ്റെ ടോട്ടൽ പോയിന്റ് ഏറ്റവും ടോപ്പിൽ വിശാലാണ്. 6 പോയിന്റ് വിശാലിന്, റയാന് 5 പോയിന്റ്, സൗന്ദര്യ, റാണവ് ഇവർക്ക് 4 പോയിന്റ്, അടുത്ത് ജാക്ലിൻ, ദീപക് ഇവർക്ക് 3 പോയിന്റ്, പവിത്ര, അരുൺ ഇവർക്ക് 2 പോയിന്റ്, മഞ്ജരി, മുത്തു ഇവർക്ക് 1 പോയിന്റ്. ഇതാണ് പോയിന്റ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ. ഇനിയും 7 ടാസ്കും കൂടി കാണും. ഇന്നിപ്പം തിങ്കളും ചൊവ്വയല്ലേ ആയുള്ളൂ. അപ്പോൾ ഇനിയും ഉണ്ടാവും. ബുധനും വ്യാഴവും വെള്ളിയും കൂടെ ചേർന്ന് ഒരു 6-7 ടാസ്കും കൂടെ നടത്തുമ്പോഴത്തേക്കും ഇതങ്ങ് ടിക്കറ്റ് ഫിനാലെ ഫിനിഷ് ആവും. വെയിറ്റ് ചെയ്യാം. എനിക്ക് എൻഡുറൻസ് ടാസ്ക് വന്നാലും കുഴപ്പമില്ല, ഇൻഡിവിജ്വൽ ടാസ്ക് അവർക്ക് കൊടുക്കണം, എന്നാലേ കാര്യമുള്ളൂ. അല്ലാതെ ഒരു രക്ഷയില്ല. നോക്കാം. എന്തായാലും ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉള്ളത്, വേറെ ഒന്നുമില്ല. അപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാം ഇന്നത്തെ റിവ്യൂ ഞാൻ ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്തല്ല പറഞ്ഞാൽ, എനിക്ക് അത്രയ്ക്ക് വയ്യ. ഞാൻ വന്നിട്ട് എനിക്ക് കുറച്ച് ഉറങ്ങിയിട്ട് എൻ്റെ ഭയങ്കര ബോഡി പെയിൻ, അതുകൊണ്ടാട്ടോ. അപ്പം ഞാൻ നാളത്തെ റിവ്യൂ ആയിട്ട് വരാം. അപ്പം അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.